ഗായ്സ് വെൽക്കം ബാക്ക് ടു സായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂൾ ഈ ഒരു മാർച്ച് 9-ാം തീയതി ആകുമ്പോഴേക്കും 9ാം ക്ലാസ് തുടങ്ങും. 8ാം ക്ലാസ്സിലത്തെ പരീക്ഷയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ് റിസൾട്ടും വന്നിരിക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ വെക്കേഷനാണ്. 9ാം തീയതിക്ക് ശേഷം ശരിക്കുള്ള ക്ലാസ്, അതിനുശേഷം പിന്നെയും സാധാ വെക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. നെയിം സ്റ്റിക്കറൊന്നും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല, പഴയത് തന്നെയായിരുന്നു കിട്ടിയത്. കാരണം അത് വരാനുള്ള സമയമായിട്ടില്ലല്ലോ. മെയ്യൊക്കെ ആകുമ്പോഴല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എക്സാം പാഡൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നോട്ട്ബുക്ക് ഒരു 12 എണ്ണത്തിൻ്റെ സെറ്റ് വലുത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്സ് നോട്ട് 2 എണ്ണം എടുത്ത് വെച്ചു. പിന്നെ ഒരു വലിയ നോട്ട് തപ്പിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞ 12 എണ്ണത്തിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ടായത്. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. റഫ് മാത്രമാണ് വേറൊരു കമ്പനി എടുത്തിട്ടുണ്ടായത്. എനിക്ക് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കാട്ടോ കൂടുതൽ ഇഷ്ടം. അതിലെഴുതുമ്പോൾ ഒരു പ്രത്യേക സുഖമൊക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു ചെറിയ കീച്ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗുമ്മ തൂക്കിയിടാനായിട്ട്. പിന്നെ ചട്ട ഒരു ചെറുതെടുത്താൽ മതി എന്ന് വിചാരിച്ചു. കാരണം നോട്ട് മാത്രമല്ല ഇപ്പോൾ കവർ ചെയ്യാനുള്ളത്. പിന്നെ ഒരു വലുത് കഴിഞ്ഞ പോലത്തെ ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ അത് ടെക്സ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ വെച്ചു. ടെക്സ്റ്റ് ആണെങ്കിൽ കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു നോട്ട് മാത്രമാണ് ഈ ഒരു മാസം പഠിക്കാനുള്ളത്, ഈ മാർച്ചിലേക്ക്. പിന്നെ വെക്കേഷൻ അല്ലേ. പ്രാവശ്യം പുതിയ ബുക്കാണ് ടെക്സ്റ്റൊക്കെ, അത് കാരണം മെയ്യൊക്കെ ആവും കിട്ടാനായിട്ട്. പിന്നെ മാത്സ് നോട്ട് ഇതെടുത്തു. 2 എടുത്തിട്ടുണ്ടായിരുന്നു. 9ാം ക്ലാസ് തൊട്ടിട്ട് 2 ടീച്ചർമാരൊക്കെയാണ് മാത്സ് എടുക്കുക. അപ്പോൾ 2 മാത്സ് നോട്ടൊക്കെ വേണ്ടി വരും. എല്ലാ സാധനങ്ങളും കാണിക്കാനായിട്ട് ഒരു സ്കൂൾ സപ്ലൈസ് ഹോള് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും എടുക്കണില്ലേ, ഈ ഒരു മാസത്തേക്ക് ആകെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഫുള്ളായിട്ടുള്ളതൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് വാങ്ങിയിട്ട് ഒക്കെ കൂടെ ആയിട്ട് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഉടനെയല്ല, ഒരു ഏപ്രിലൊക്കെ ആവും എന്തായാലും. റഫ് കുറച്ച് A4 സൈസുള്ള രീതിയിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. റഫ് മാത്രം ഉണ്ടോ, കാരണം എനിക്ക് A4 സൈസുള്ള നോട്ട്ബുക്കൊക്കെ ഒന്ന് ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നോട്ട്ബുക്കായിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, കാരണം പകുതി പേജും വേസ്റ്റാണ്. കാരണം ആ മീഡിയം സൈസുള്ളത് വാങ്ങുമ്പോൾ തന്നെ പകുതി പേജ് വേസ്റ്റ് ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ചെറുത് വാങ്ങിയാൽ പോയിരുന്നു. ചെറുത് വാങ്ങാനാണ് എനിക്കിഷ്ടം. അമ്മ പക്ഷേ സമ്മതിക്കില്ല. അമ്മ പറഞ്ഞു ചെറുത് വാങ്ങുമ്പോൾ പെട്ടെന്ന് എഴുതി തീരുമല്ലോ, അതിനേക്കാളും ഇത് വലുത് തന്നെ വാങ്ങണതാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഈ വലുത് നോക്കാം കേട്ടോ, മറ്റേ റഫിന് വേണ്ടിയിട്ട്. ക്യാമലിൻ്റെ ഒക്കെ നോക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല റേറ്റ് കുറവാണ്. 990, 50 അത്രയും കുറവുള്ള A4 സൈസൊക്കെ ഉള്ളതുണ്ട്. വന്നിട്ടുള്ളത് തൃപ്രയാർ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടെയാണെങ്കിൽ എല്ലാം നല്ല ഹോൾസെയിലായിട്ട് കിട്ടും, നല്ല വില കുറവിന് കിട്ടും കേട്ടോ. അങ്ങനെ കുറേ നേരം തപ്പിയിട്ടാട്ടോ റഫ് എടുത്തത്. കാരണം എങ്ങനത്തെ റഫ് എടുക്കണം, കാരണം റഫ് എന്ന് വെച്ചാൽ അധികം ഞാൻ ഉപയോഗിക്കാറില്ല. എന്നാൽ വലുത് എടുക്കണമെന്നുണ്ട്. അപ്പോൾ വലുത് പേജ് കുറഞ്ഞ റഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അവസാനം കിട്ടിയിട്ടോ. അതിനാണെങ്കിൽ ആകെ 55 രൂപയോ അത്ര അങ്ങോട്ട് ആയിട്ടുള്ളൂ. അവരാണെങ്കിൽ ഹോൾസെയിലാക്കി എടുത്തപ്പോൾ തന്നെ 43 രൂപയ്ക്കും ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായത് ഈ A4 സൈസുള്ള റഫൊക്കെ. സത്യം പറഞ്ഞു സ്കൂളിലെ ഷോപ്പിങ്ങിൻ്റെ സീസണേ ആയിട്ടില്ല. പക്ഷേ ഇവിടെ എല്ലാ സാധനങ്ങളും ആവശ്യമുള്ളത് ഇപ്പോഴേ കിട്ടുന്നുണ്ടോ. നോട്ട്ബുക്സൊക്കെ എന്തോരാണ്, മാത്സും എല്ലാം കിട്ടും. പിന്നെ 2 ലൈനായിട്ടുള്ളതൊക്കെ ഇല്ലേ, പണ്ട് മലയാളത്തിനും ഇംഗ്ലീഷിനൊക്കെ പണ്ട് അങ്ങനത്തെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം പിന്നെ മലയാളത്തിനും അങ്ങനെയൊന്നുമല്ല, സാധാ നോട്ട്ബുക്ക് മതി. ഈ ഒരു ചെറിയ വെക്കേഷന് അത്യാവശ്യം വീഡിടണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ എനിക്കൊരു വീഡിടാനുള്ള സാഹചര്യം സാവകാശമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ മാർച്ചിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രീ ആണ്. ടെക്സ്റ്റ് ബുക്കില്ലാത്ത കാരണം പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നോട്ട് മാത്രമേ എഴുതലേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞാൽ ഇപ്പം തൊട്ടിട്ട് ജൂൺ വരെ ഞാൻ ഫ്രീ ആണെന്ന് പറയാം. കാരണം ഏപ്രിലും മെയ്യും വെക്കേഷനും കിട്ടും. ഈ ഒരു മാർച്ചിൽ മാത്രമാണ് ക്ലാസ് ഉള്ളത്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ഏതെങ്കിലും സ്കൂൾ സപ്ലൈസസ് വാങ്ങണമെങ്കിൽ ഇവിടെ അടുത്താണെങ്കിൽ ഇവിടെ തന്നെ വാങ്ങണതാട്ടോ നല്ലത്, തൃപ്രയാർ. പിന്നെ പൗച്ചിൻ്റെ സെക്ഷൻ്റെ അവിടെ പോയി. പക്ഷെ എനിക്ക് പൗച്ച് ആവശ്യമില്ല, കുറേ പൗച്ച് അത്യാവശ്യം കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ വാങ്ങണമെന്ന് വിചാരിച്ചു, കുറേ ഉണ്ട്. പിന്നെ ഓർഗനൈസേഴ്സിൻ്റെ അടുത്തേക്കാട്ടോ പോയിട്ടുണ്ടായത്, എൻ്റെ സ്റ്റഡി ടേബിളിൽ വെക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല 2 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അമ്മയ്ക്ക് ഒന്ന് എനിക്ക് ഞാൻ ബ്ലൂ ആട്ടോ എടുത്തിട്ടുണ്ടായത്. അമ്മ ഒരു ടിൽ ബ്ലൂവോ ആ ഒരു ഷെയ്ഡ് അങ്ങനെ എടുത്തിട്ടുണ്ടായത്. സ്റ്റഡി ടേബിളിൻ്റെ അതായത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അത് വൈകാണ്ട് വരുന്നതായിരിക്കും. എടുത്തിട്ടില്ല ഇതുവരെ, ഇനി എന്തായാലും ക്ലീൻ ചെയ്യണം. അതെ ഈ ഒരു സാധനമായിട്ടോ എടുത്തിട്ടുണ്ടായത്. അതിൽ ഒരെണ്ണത്തിന് 25 രൂപ അങ്ങോട്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം കൂടി എടുത്തു. ഇങ്ങനത്തെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ വാങ്ങണ്ട, ഈ ഒരു സംഭവം വെറൈറ്റി അല്ലേ, അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ബാഗൊന്നും വാങ്ങണില്ല കേട്ടോ. ബാഗൊക്കെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ്. അപ്പോൾ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ബാഗും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഓർഗനൈസർ വേറെയും കുറേ നോക്കി ഞാൻ. പിന്നെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത് മതിയെന്ന് വിചാരിച്ചു. ഇനി അടുത്ത സ്കൂൾ ഷോപ്പിങ്ങിന് വേണമെങ്കിൽ നോക്കാമല്ലോ.
എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ അതേ ഇവിടെ വന്നിട്ട് ഈ പെൻസില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, റബ്ബറും കാര്യങ്ങളൊക്കെ. പിന്നെ പെൻസിൽ ഞാൻ ഒരെണ്ണം എടുത്തു, ഒരു മാറ്റി കുത്തുന്നതില്ലേ, അത് ഒരെണ്ണം എടുത്തു. പിന്നെ ഞാൻ അത് തിരിച്ചു വെച്ചു, കാരണം എൻ്റെ കയ്യിലുണ്ട്. എന്നാലും ഒരെണ്ണം ഇരുന്നോട്ടെന്ന് വെച്ച് വാങ്ങിയതാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോ എന്ത് ഇങ്ങനെ ആയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ, അതായത് ഞാൻ ആ സാധനത്തുമ്പോൾ നോക്കിയിട്ട് കൈയോടെ ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ ഭാഗത്താണ് വീഡിയോ ഫോക്കസ് ആവുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് അപ്പുറത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിൽ പല രീതിയിലുള്ള പശകൾ കിട്ടും, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പെന്നും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പല രീതിയിലുള്ള ക്രയോൺസ്, സ്കെച്ച്, മാർക്കർ, വാട്ടർ കളറ്, ഓയിൽ പേസ്റ്റിൽ പല സൈസ്, എത്ര എണ്ണം, പല തരത്തിലും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രാഫ്റ്റിനുള്ള സംഭവങ്ങളായാലും ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ അതേ ഫയൽ എടുത്തിട്ടുണ്ടായി, 2 ഫയൽ എടുത്തുള്ളൂ. കഴിഞ്ഞ പോലത്തെ ഫയൽ 2 എണ്ണമൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് പോയി കയ്യിൽ നിന്ന്. അപ്പോൾ 2 എണ്ണേ ബാക്കിയുള്ളൂ. അപ്പോൾ 2 എണ്ണം കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ. കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വീഡിയോ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമമുണ്ട്, കാരണം ആരും എടുത്തു തരാൻ വന്നില്ല. ഞാൻ തന്നെ എടുക്കേണ്ട കാരണം ഇങ്ങനെ കാണിച്ച് എനിക്ക് വലിയ ഇഷ്ടമായില്ല സത്യം പറഞ്ഞ വീഡിയോ എടുത്തത്. ഇനി അടുത്ത പ്രാവശ്യം ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ എന്തായാലും ആരെങ്കിലും കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ട് ഒരു ഭംഗിയുള്ള വീഡിയോ ആക്കാൻ എന്തായാലും ശ്രമിക്കാം കേട്ടോ. ഇതൊക്കെ എടുത്തതെന്ന് അറിയണമെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് ഹാളിൽ കാണാമല്ലോ. ഇനി സ്കൂളിൽ സംബന്ധിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം വിചാരിച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊക്കെ എടുക്കണമെന്നുണ്ട്. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ പോണത് ഫസ്റ്റ് ഡേ ഓഫ് 9th എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നുണ്ട് സ്കൂളുള്ള. പിന്നെ ഞാൻ ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തൃപ്രയാറുള്ള. ഇവിടെ സ്കൂൾ ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വന്നതല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം, ബൈ.